പ്രിയമുള്ളവരെ, ഇന്ത്യ ഒരു സെക്യുലർ രാജ്യമായി തുടരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യർക്കും ആശങ്കയുണ്ടാക്കുന്ന ഒരുപാട് സംഭവവികാസങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക്കിലെ പൗരന്മാരെന്ന നിലയിൽ കൂടുതൽ ഡീസൻ്റായ ഒരു ജനാധിപത്യ മതേതര സമൂഹം നമ്മൾ അർഹിക്കുന്നുണ്ട്, നമുക്ക് കിട്ടേണ്ടതുണ്ട്. ഇന്ത്യ ഒരു സെക്യുലർ രാജ്യമായി തുടരണം എന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം സംഘടനകൾ വലിയ ആശങ്കാ വിഷയമാണ്. നമ്മുടെ ഭരണാധികാരികൾ മതത്തെ അമിതമായി പുൽകുന്നതും മതത്തിൻ്റെ വക്താക്കളാകുന്നതും അഭിലഷണീയമല്ല. മാംസം വേവിച്ചതിൻ്റെ പേരിൽ ആളുകൾ കൊല്ലപ്പെടുന്നത്, പശുവിനെയോ അല്ലെങ്കിൽ കന്നുകാലികളെയോ വിൽക്കാൻ കൊണ്ടുപോകുന്നതിൻ്റെ പേരിൽ ആളുകൾ തല്ലിക്കൊല്ലപ്പെടുന്നതൊക്കെ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ പൗരൻ എന്ന നിലയിൽ നമുക്ക് അപമാനബോധമാണ് ഉണ്ടാക്കുന്നത്. തുർക്കിയിലെ പ്രസിഡന്റ് എർദോഗൻ ഖുറാനിലെ ആയത്തുകൾ ഓതിക്കൊണ്ട് ഹേഗിയ സോഫിയ ഒരു മുസ്ലിം പള്ളിയാക്കി മാറ്റിയ ചടങ്ങിൽ പങ്കെടുക്കുന്നത് നമുക്ക് ഏവർക്കും അലോസരമുണ്ടാക്കിയ കാഴ്ചയാണ്. എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ക്ഷേത്ര തുറപ്പിൻ്റെ ചടങ്ങിൽ മുഖ്യപുരോഹിതനെ പോലെ പങ്കെടുക്കുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ ധ്വജാരോഹണ പരിപാടിയിൽ നേരിട്ട് പങ്കെടുക്കുന്നതോ നമ്മെ അലോസരപ്പെടുത്തുന്നില്ല എന്നുള്ളത് ഒരു വൈചിത്ര്യമാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഭരണാധികാരികൾ നേരിട്ട് ഇത്തരം മതച്ചടങ്ങുകളിൽ നേരിട്ട് ഭാഗഭാക്കാക്കുന്നത് ഒട്ടും സ്വീകാര്യമല്ല. പക്ഷെ അത് നമ്മളെ അലോസരപ്പെടുത്തുന്നില്ല. ഈ ഇന്ത്യയിലെ സെക്യുലറിസവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോഴൊക്കെ വരുന്ന ഒരു വിഷയമാണ് ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം സംഘടനകൾ. ഈ ഹിന്ദു മുസ്ലിം സംഘടനകൾ എന്ന വിഷയത്തിൽ ഏറെ ചിന്തിക്കുകയും ഒരുപാട് ഇടപെടലുകൾ നടത്തുകയും അതേ ചൊല്ലി ഗഹനമായ പല ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത തികച്ചും സെക്യുലറായ മുസ്ലിം സമുദായത്തിൽ ജനിച്ചു വളർന്ന തികച്ചും സെക്യുലറായ ഒരാളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ ഇത്തരണത്തിൽ പറയേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതാണ് ഈ വർത്തമാനത്തിൻ്റെ പ്രേരണ. 1932 മഹാരാഷ്ട്രയിലെ കൊങ്കൺ പ്രദേശത്ത് ജനിക്കുകയും 1977 വരെ ജീവിച്ചിരിക്കുകയും, അതായത് 45 കൊല്ലക്കാലത്തെ ജീവിതം മാത്രമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഒരു സെക്യുലർ സമൂഹത്തിലെ പൗരൻ എന്ന നിലയിൽ തൻ്റെ മതത്തിൻ്റെ പേരിലുള്ള യാഥാസ്ഥിതികതയെ തീക്ഷ്ണമായി നേരിടുന്ന ഒരു അധ്യായമാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിത്വമാണ് ഈ വർത്തമാനത്തിലെ കഥാപുരുഷൻ. അത് ഹമീദ് ദൽവായി എന്ന് പറയുന്ന ഒരു സെക്യുലറായ മനുഷ്യനാണ്. അദ്ദേഹം മഹാരാഷ്ട്രയിലെ കൊങ്കണിൽ ആണ് ജനിച്ചത്. രാജാറാം മോഹൻ റായിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് അദ്ദേഹം മുസ്ലിം സത്യശോധക് മണ്ഡൽ എന്ന പേരിലൊരു സംഘടന രൂപീകരിക്കുന്നു. അതിൻ്റെ തുടർച്ചയായി ഇന്ത്യൻ സെക്യുലർ ഫോറം എന്ന സംഘടനയെ രൂപീകരിച്ചുകൊണ്ട് ഒരു സ്വമതത്തിലെ യാഥാസ്ഥിതികതയ്ക്കും അതുപോലെ അതിൻ്റെ പ്രതിലോമതയ്ക്കും വർഗീയതയ്ക്കുമെതിരെ രൂക്ഷമായി പ്രതികരിച്ച വ്യക്തിയായിരുന്നു ഹമീദ് ദൽവായി. ഹമീദ് ദൽവായി 1977 മരിക്കുമ്പോൾ അന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായിരുന്ന വാജ്പേയി അദ്ദേഹത്തിൻ്റെ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞത് ഹിന്ദുമതത്തിനകത്തും നമുക്കൊരു ദൽവായിയെ ആവശ്യമുണ്ടായിരുന്നു എന്നാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ക്രിയാത്മകമായ പങ്ക്. 1972 മുസ്ലിം പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ എന്ന പേരിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രബന്ധങ്ങളെല്ലാം സമാഹരിച്ചുകൊണ്ട് ഒരു പുസ്തകം പുനഃപ്രസിദ്ധീകരിക്കുകയുണ്ടായി. എഡിറ്റ് ചെയ്തതിന് ശേഷം അത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ ലേഖനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ഈ സംസാരം ഞാൻ തുടരുന്നത്. ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം സംഘടനകളിലെ അന്തർലീനമായിരിക്കുന്ന മതപരമായ ഘടകങ്ങളെ ഏറ്റെതിർക്കുന്നതിൽ ഇന്ത്യയിലെ മുസ്ലിം ഇൻ്റലക്ച്വൽസ് വേണ്ടത്ര ഉയർന്നു വന്നില്ല എന്ന ആക്ഷേപമുള്ള ഒരാളാണ് ഹമീദ് ദൽവായി. 1300 കൊല്ലത്തെ ഇന്ത്യയിലെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ രാജാറാം മോഹൻ റായി ഹിന്ദുമതത്തിനകത്ത് തുടങ്ങി വച്ചതുപോലത്തെ ഒരു നവോത്ഥാനം ഇസ്ലാമിൽ ഉണ്ടായില്ല എന്ന പരിഭവവും അദ്ദേഹം ഉയർത്തുന്നുണ്ട്. സർ സയ്യിദ് അഹമ്മദ് ഖാനെ പോലെയുള്ള ഒരാൾ നവോത്ഥാനത്തിൻ്റെ തുടക്കം കുറിച്ചുവെങ്കിലും അത് പിന്നീട് ചെന്നെത്തുന്നത് മതമൗലികവാദത്തിലേക്കാണ്. അത് അദ്ദേഹം ഹമീദ് ദൽവായി പറയുന്നുണ്ട്. ഇസ്ലാം സമൂഹത്തെ ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആധുനിക വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉള്ള പ്രയത്നങ്ങൾ ആരംഭിച്ച് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആദ്യകാലത്തിൽ ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തിയെങ്കിലും അവസാനമായപ്പോഴേക്കും കൊളോണിയൽ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാവാം അല്ലെങ്കിൽ അവരുടെ ഇടപെടലുകൾ കൊണ്ടാവാം അദ്ദേഹം ഒരു ഹിന്ദു വിരോധിയായി മാറുകയും
1888 മീററ്റ് പ്രസംഗത്തിൽ അദ്ദേഹം ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും പൊതുവായി ഒന്നുമില്ലെന്നും അവർ വേറെ രാജ്യങ്ങളാണ് എന്ന് പോലും, സെപ്പറേറ്റ് നേഷൻസ് എന്ന് പോലും സർ സയ്യിദ് അഹമ്മദ് ഖാൻ അഭിപ്രായപ്പെടുന്നതായി ഹമീദ് ദൽവായി പറയുന്നുണ്ട്. ഇന്ത്യയിലെ വിഭജനത്തിൻ്റെ തുടക്കക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ 1888 മീററ്റ് പ്രസംഗം അതിന് കാരണമായിട്ടുണ്ട് എന്നാണ് ഹമീദ് ദൽവായി വിലയിരുത്തുന്നത്. അതേസമയം ഹിന്ദു യാഥാസ്ഥിതികത്വം ഉയർന്നു വരുന്നതിൽ അദ്ദേഹത്തിന് ആശങ്കയുണ്ട്. എന്നാൽ ഹമീദ് ദൽവായി നടത്തിയ കടുത്ത രൂക്ഷമായ ഇസ്ലാം മത വിമർശനങ്ങൾ ഹിന്ദു തീവ്രവാദത്തെ സഹായിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന ഒരു വിമർശനം അദ്ദേഹത്തിന് നേർക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പല പരിപാടികളും അലങ്കോലപ്പെടുത്തിയത് ഹിന്ദു തീവ്രവാദികളായിരുന്നു എന്നതാണ് വസ്തുത. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ പരാമർശങ്ങളും ഹിന്ദു തീവ്രവാദത്തെയും പൊള്ളിക്കുന്നതായിരുന്നു. ഹിന്ദു ലിബറലുകൾ ഉയർന്നു വരുന്നതാണ് ഏറ്റവും വലിയ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരായ പ്രതിരോധം എന്ന കാഴ്ചപ്പാടാണ് അദ്ദേഹം എപ്പോഴും ഉയർത്തിപ്പിടിച്ചത്. ഇസ്ലാമിക മതമൗലികവാദികൾ ഒരിക്കലും ഹിന്ദു ലിബറലുകൾ ഉയർന്നു വരുന്നതിനെ അനുകൂലിക്കില്ല. കാരണം അങ്ങനെ ഹിന്ദു ലിബറലുകൾ ഉയർന്നു വരുന്നത് തങ്ങൾക്ക് തന്നെ ഭീഷണിയാകും എന്ന് ഏറ്റവും വ്യക്തമായി അറിയാവുന്നത് മുസ്ലിം യാഥാസ്ഥിതികതയാണ്. അതേസമയം ഹിന്ദു മതത്തിനകത്ത് ശക്തമായ ലിബറലുകൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അവർക്ക് സമുദായത്തിനകത്ത് താരതമ്യേന മെച്ചപ്പെട്ട പിന്തുണാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട ഉന്നം ഹിന്ദു യാഥാസ്ഥിതികതയായിരുന്നു. ഹിന്ദു യാഥാസ്ഥിതികതയെ തീവ്രമായി എതിർക്കുന്ന ഹിന്ദു ലിബറലുകൾ ശക്തമായി ഹിന്ദു മതത്തിനുണ്ടായിരുന്നു. എന്നാൽ അപ്രകാരം ഇസ്ലാം മതമൗലികവാദത്തെ എതിർക്കുന്ന, ഇസ്ലാം മത യാഥാസ്ഥിതികതയെ എതിർക്കുന്ന ഒരു മുസ്ലിം ലിബറലുകളുടെ ഗണ്യമായ സാന്നിധ്യം മുസ്ലിം സമുദായത്തിൽ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, വിരലിലെണ്ണാവുന്ന മുസ്ലിം ലിബറലുകൾ ഉയർന്നു വന്നാൽ തന്നെ സമുദായത്തിൽ നിന്ന് ശക്തമായ എതിർപ്പാണ് അവർക്ക് നേരിടേണ്ടി വന്നത്. അക്കാര്യത്തിൽ ഹിന്ദു ലിബറലുകൾ താരതമ്യേന മെച്ചപ്പെട്ട സ്ഥിതിയിലായിരുന്നു എന്നാണ് ഹമീദ് ദൽവായി അഭിപ്രായപ്പെടുന്നത്. ഇന്ത്യയിൽ അടുത്ത കാലത്ത് നരേന്ദ്ര ദാബോൽക്കറും ഗോവിന്ദ് പൻസാരെയും ഗൗരി ലങ്കേഷും കൽബുർഗിയും ഒക്കെ കൊല്ലപ്പെട്ടത് ചൂണ്ടിക്കാണിക്കുമ്പോഴും നമുക്ക് പറയാനുള്ളത് അതിനെതിരായ ശക്തമായ ഒരു ഹിന്ദു ലിബറലുകളുടെ പ്രതിഷേധം ഇന്ത്യയിൽ അപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം ഇന്ത്യയിൽ MC ചഗ്ലയെ പോലെയോ അല്ലെങ്കിൽ പ്രൊഫസർ മുഹമ്മദ് ഹബീബിനെ പോലെയുള്ള ലിബറലുകൾക്ക് എത്രമാത്രം പിന്തുണ മുസ്ലിം സമുദായത്തിൽ നിന്ന് കിട്ടി എന്ന കാര്യം നാം ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ഹമീദ് ദൽവായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഹിന്ദു മുസ്ലിം സംഘടനകളിലേക്ക് നയിക്കുന്ന ഇസ്ലാമിക മതമൗലികവാദ ഘടകങ്ങളെ ഏറ്റെതിർക്കുന്നതിൽ ഒരു മതേതര ജനാധിപത്യത്തിലെ പൗരൻ എന്ന നിലയിൽ, ഒരു ആധുനിക മതനിരപേക്ഷ സമൂഹത്തിലെ പൗരൻ എന്ന നിലയിൽ അതിനെ ഏറ്റെതിർക്കേണ്ട ചുമതലയിൽ നിന്ന് ഇന്ത്യയിലെ മുസ്ലിം ഇൻ്റലക്ച്വൽസ്, മുസ്ലിം ബുദ്ധിജീവികൾ പിന്തിരിഞ്ഞു നിൽക്കുന്നു എന്ന അഭിപ്രായം ഹമീദ് ദൽവായി രേഖപ്പെടുത്തുന്നുണ്ട്. വർഗീയതയെ പരാജയപ്പെടുത്തുന്നതിനുള്ള മുന്നുപാധിയായി ഹിന്ദുക്കൾ കൂടുതൽ ഹിന്ദുക്കൾ ആധുനികവൽക്കരിക്കപ്പെടുകയാണ് വേണ്ടതെന്നും ഹിന്ദു സമൂഹങ്ങളിൽ നിന്ന് കൂടുതൽ ലിബറലുകൾ ഉയർന്നു വരേണ്ടതുണ്ടെന്നും ഹമീദ് ദൽവായി അഭിപ്രായപ്പെടുന്നു. അതേസമയം ഇസ്ലാം ഹിന്ദു തീവ്രവാദത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ തങ്ങളുടെ ഇടയിൽ നിന്നും ഇസ്ലാം വർഗീയതയെയും ഇസ്ലാമിക മതമൗലികവാദത്തെയും രൂക്ഷമായി എതിർക്കുന്ന മുസ്ലിം ലിബറലുകൾ ഉയർന്നു വന്നില്ലെങ്കിൽ അത് ഹിന്ദു വർഗീയതയെ സഹായിക്കുകയുള്ളൂ എന്ന് മുസ്ലിങ്ങൾ തിരിച്ചറിയണമെന്നുമാണ് ഹമീദ് ദൽവായി അഭിപ്രായപ്പെടുന്നത്. ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഒരു ഗാന്ധി എന്തുകൊണ്ട് ഉയർന്നു വന്നില്ല എന്നാണ് ഹമീദ് ദൽവായി ഉയർത്തുന്ന ഒരു ചോദ്യം. ഹിന്ദുമതത്തെ വിമർശനപരമായി കാണുകയും ഹിന്ദുമതത്തിലെ പല അനാചാരങ്ങളെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്ത ഗാന്ധിയെപ്പോലുള്ള ഒരാൾ മതമൗലികവാദത്തെയും യാഥാസ്ഥിതികതയെയും എതിർക്കുന്ന ഒരു മുസ്ലിം ഗാന്ധിയുടെ അഭാവം ഇന്ത്യയിലുണ്ടായി എന്നുള്ള അഭിപ്രായം ഹമീദ് ദൽവായി രേഖപ്പെടുത്തുന്നുണ്ട് ഈ പുസ്തകത്തിൽ. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിൽ ഹിന്ദു തീവ്രവാദം അത്ര പ്രബലമായിരുന്നില്ല. ഇന്ത്യയിൽ ഹിന്ദു തീവ്രവാദം പ്രബലമായതിന് മുസ്ലിം വർഗീയതയും മുസ്ലിങ്ങളുടെ പ്രത്യേക പദവിക്ക് വേണ്ടിയുള്ള അവകാശവാദങ്ങളും തുടർന്ന് പ്രത്യേക രാജ്യത്തിന് വേണ്ടിയുള്ള അവകാശവും ഒരു ഘടകമായിട്ടുണ്ട് എന്നാണ് ഹമീദ് ദൽവായി അഭിപ്രായപ്പെടുന്നത്. തൻ്റെ മുസ്ലിം പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ
എന്ന ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം അതിരൂക്ഷമായിട്ട് ഇസ്ലാമിനെതിരെയുള്ള തൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഗോത്രങ്ങളുടെ ആന്തരിക സംഘട്ടന കാലത്ത് പിറന്നു വീണ ഒരു മതം, ഒരു ഗോത്രങ്ങൾ തമ്മിലുള്ള ആന്തരിക സംഘട്ടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പിറന്നു വീണ ഒരു മതം എന്ന നിലയിൽ ആ മതം വിയോജിപ്പുകളോട് കടുത്ത അടിച്ചമർത്തലുകൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇന്ത്യയിലെ ഇസ്ലാമിൻ്റെയും ബഹുഭൂരിപക്ഷം സമീപനങ്ങളും ഉണ്ടായിട്ടുള്ളത് എന്ന അഭിപ്രായം അദ്ദേഹത്തിനുണ്ട്. ചരിത്രപരമായി തന്നെ മുസ്ലിം ഭരണാധികാരികളുടെ കാലത്ത് അത്തരം അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ബാബറുടെ കാലത്തും ഗസ്നിയുടെ കാലത്തും ഒക്കെ ഉണ്ടായിട്ടുള്ള ഹിന്ദു ധ്വംസനങ്ങൾ, ഹിന്ദു സെൻറ്റിമെൻറ്റ്സിന് നേർക്കുണ്ടായിട്ടുള്ള അതിക്രമങ്ങൾ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അക്കാര്യത്തിൽ ഹമീദ് അൽവായി പറയുന്നത് ഗസ്നിയുടെയോ ഔറംഗസീബിൻ്റെയോ നടപടികൾക്ക് ഇന്നത്തെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒരു തരത്തിലും ഉത്തരവാദികളല്ല. അവർ അതിൽ യാതൊരു പങ്കും ഉള്ളവരല്ല. അതേസമയം അവരുടെ ആ വിജയങ്ങളെ മതപരമായ ജൈത്രയാത്രയായി ആഘോഷിക്കുന്നവർ മുസ്ലിം സമുദായത്തിലുണ്ട് എന്നുള്ളത് അപലപനീയമാണ്. അതുപോലെ തന്നെ ഔറംഗസീബിൻ്റെയോ അല്ലെങ്കിൽ ഗസ്നിയുടെയോ പല നടപടികളെയും അപലപിക്കാൻ തയ്യാറാകാതിരിക്കുന്നതും അതിനെതിരെ രോഷം തോന്നാതിരിക്കുന്നതും അപലപനീയമാണ് എന്നും ഹമീദ് അൽവായി അഭിപ്രായപ്പെടുന്നു. അതുപോലെ തന്നെ ഏകീകൃത സിവിൽ കോഡിനെക്കുറിച്ച്, ഗോവധത്തെക്കുറിച്ച്, ഗോവധ നിരോധനത്തെക്കുറിച്ച് ഒക്കെ മൗലികമായ അഭിപ്രായങ്ങൾ ഹമീദ് അൽവായി പ്രകടിപ്പിക്കുന്നുണ്ട്. ഗോവധ നിരോധനത്തിനെ അദ്ദേഹം അനുകൂലിക്കുന്നില്ല. മുസ്ലിങ്ങൾക്ക് പശു ഇറച്ചി കഴിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള വാദമല്ല അദ്ദേഹം ഉയർത്തുന്നത്. അത് വാണിജ്യപരവും കാർഷികവും കച്ചവടപരവുമായ കാരണങ്ങളാണ് ഗോവധ നിരോധനത്തെ എതിർക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത്. അതേസമയം ഇന്ത്യയിലെ എല്ലാ സ്ത്രീകളുടെയും വിവാഹപരമായ കാര്യങ്ങൾ എല്ലാ വിഷയങ്ങൾക്കും വൈവാഹികമായ കാര്യങ്ങൾക്ക് ഒരു ഏകീകൃത നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭരണമാണ് ഇന്ത്യയിലെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടത്. ഒരു ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരണം എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ധീരമായ അഭിപ്രായമുണ്ട്. അതുപോലെ കശ്മീരിൻ്റെ പ്രത്യേക പദവി അനന്തകാലം തുടരേണ്ടതില്ല എന്ന അഭിപ്രായപ്പെട്ടയാളാണ് ഹമീദ് അൽവായി. പർദ്ദ നിയമാനുസൃതമായി നിയമവിധേയമായി നിരോധിക്കണമെന്ന് പോലും അഭിപ്രായപ്പെടാൻ അദ്ദേഹത്തിന് മടിയില്ല. മുസ്ലിങ്ങൾ തങ്ങളുടെ മതം സ്വയം പരിപൂർണമാണെന്നും സ്വയം പെർഫെക്റ്റ് ആണെന്നും അതിന് തെറ്റാവരമുണ്ടെന്നും അത് ഇൻഫാലിബിൾ ആണെന്നും കരുതുന്നിടത്തോളം അതിൽ പരിഷ്കാരങ്ങൾ സാധ്യമല്ല എന്ന വിചാരമാണ് ദൽവായി പങ്കുവയ്ക്കുന്നത്. ഇന്ത്യയിലെ മുസ്ലിം ഇൻ്റലക്ച്വൽസ്, മുസ്ലിം ബുദ്ധിജീവികൾ പലപ്പോഴും ശക്തമായി പ്രതിഷേധിക്കേണ്ട സന്ദർഭങ്ങളിൽ മൗനം പാലിച്ചതിനെക്കുറിച്ച് ഹമീദ് അൽവായി ചില സൂചനകൾ തരുന്നുണ്ട് ഈ പുസ്തകത്തിൽ. അതിലൊന്ന് 1953 ലിവിങ് പ്രൊഫറ്റ്സ് എന്ന പേരിലുള്ള ഒരു പുസ്തകം ഭാരതീയ വിദ്യാഭവൻ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ മുഹമ്മദിനെക്കുറിച്ച്, പ്രവാചകനായ മുഹമ്മദിനെക്കുറിച്ച് ചില അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ പുസ്തകത്തിനെതിരെ ഇന്ത്യയിൽ വലിയ ഒച്ചപ്പാടുണ്ടായി. യാഥാസ്ഥിതിക മുസ്ലിങ്ങൾ പുസ്തകം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അപ്പോഴും ഹമീദ് അൽവായി ആ പുസ്തകം നിരോധിക്കുന്നതിനെതിരായിരുന്നു എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ മുസ്ലിം ബുദ്ധിജീവികൾ ഈ നിരോധനത്തിന് വേണ്ടിയുള്ള മുറവിളിയെ അപലപിക്കാൻ പോലും തയ്യാറായില്ല. ഇത് യഥാർത്ഥത്തിൽ സഹായിച്ചത് ഹിന്ദു പുനരുദ്ധാനവാദക്കാരെയാണ്, ഹിന്ദു മൗലികവാദികളെയാണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പോലും അവർ തയ്യാറായില്ല. ഹിന്ദു സമുദായത്തിൽ ഒരു തീവ്ര യാഥാസ്ഥിതിക വിഭാഗമുണ്ട് എന്നത് ഒരു സത്യമാണ്. എന്നാൽ അതിൽ കാണേണ്ട ഒരു ധനാത്മകമായ ഘടകം ഈ ഹിന്ദു മൗലികവാദത്തെ ശക്തമായി എതിർക്കുന്ന ഒരു വലിയ എൻലൈറ്റൻഡ് ലിബറൽ സമൂഹം ഈ ഹിന്ദുമതത്തിനകത്തുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അത്തരം ഒരു എൻലൈറ്റൻഡ് ലിബറൽ മുസ്ലിങ്ങളുടെ എണ്ണം MC ചഗ്ലയെ പോലെ അല്ലെങ്കിൽ പ്രൊഫസർ മുഹമ്മദ് ഹബീബിനെ പോലെ ഒക്കെയുള്ള മുസ്ലിം ലിബറലുകളുടെ എണ്ണം, മുസ്ലിം ഇൻ്റലക്ച്വൽ ലിബറലുകളുടെ എണ്ണം താരതമ്യേന കുറവാണ് എന്നതാണ് ഒരു പ്രശ്നമായി കാണേണ്ടത്. 1972 റീപബ്ലിഷ് ചെയ്ത ഹമീദ് അൽവായിയുടെ മുസ്ലിം പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ എന്ന ഈ ഗ്രന്ഥം
ഇന്ത്യ സെക്യുലറായി തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളും ചർച്ച ചെയ്യേണ്ടതാണ്. ഹമീദ് ദൽവായിയുടെ അഭിപ്രായങ്ങളോട് നമുക്ക് യോജിക്കാം, വിയോജിക്കാം, നമുക്ക് തർക്കിക്കാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങളെ ഗൗരവമായി ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് മാത്രമേ ഇന്ത്യ ഒരു ആധുനിക സെക്യുലർ സമൂഹമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. നമസ്കാരം.